യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മികച്ച അവസരമാണ് ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ വരാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. സി, നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റിൽ പറയുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സാമിനേഷൻ. ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ആകെ 25 ഹൈക്കോർട്ടാണുള്ളത്. നമ്മുടെ ഹൈക്കോർട്ട് വരുന്നത് കൊച്ചിയിലാണ്. ഈ കൊച്ചിയിൽ വരുന്ന ഹൈക്കോർട്ടിൽ 10ാം ക്ലാസ് യോഗ്യത മാത്രം വെച്ച് നമുക്കൊരു എക്സാമിനേഷൻ വിളിക്കും. ഈ എക്സാമിനേഷന്റെ പേര് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. സി, നിങ്ങൾ ഹൈക്കോർട്ട് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ആ ബാച്ച് നമ്മൾ ഓൾറെഡി റണ്ണിങ് ആണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഡിഗ്രിക്ക് സപ്ലി ഉണ്ട്, അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, +2 വരെ പഠിച്ചിട്ടുള്ളൂ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. യു ഹാവ് an option there. നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഓപ്ഷൻ ആണ് ഹൈക്കോർട്ടിൽ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിന് 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി. അതായത് നിങ്ങൾ +1 +2 സ്കൂളിൽ പോയിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയിൽ സപ്ലിമെന്ററി ഉണ്ട്, ബാക്ക് പേപ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം, എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പോസ്റ്റ്. നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് അറ്റൻഡന്റ് എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഡിഗ്രി ഉള്ളവർക്ക് ഓഫീസ് അസിസ്റ്റന്റ്, ഡിഗ്രി ഇല്ലാത്തവർക്ക്, അതായത് സപ്ലി ഉള്ളവർ, 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടി ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പാറ്റേൺ ആണ്. ആർക്കൊക്കെയാണ് ഇനി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ക്യാൻ അപ്ലൈ ഫോർ ദിസ് എക്സാമിനേഷൻ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. 18 മുതൽ 36 വരെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC-കാർക്ക് 3 വർഷത്തിന്റെ റിലാക്സേഷനും SC/ST-കാർക്ക് 5 വർഷത്തിന്റെ റിലാക്സേഷനും ഉണ്ടായിരിക്കും. അതായത് 41 വരെ SC/ST പാറ്റേണിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് 39 വരെ OBC-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. This is your great opportunity for this office attendant examination. ഓഫീസ് അറ്റൻഡന്റ് എക്സാമിനേഷന്റെ പാറ്റേൺ ആണ്. നമുക്ക് സിലബസിലേക്കും കൂടി ഒന്ന് പോകാം. വെൽ, സോ സിലബസ് 100 മാർക്സിലുള്ള ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉള്ള നമ്മളുടെ OMRൽ എഴുതുന്ന പാറ്റേണിലുള്ള എക്സാമിനേഷൻ ആണ്. 100 മാർക്കിലാണ് ഈ എക്സാമിനേഷൻ വരുന്നത്. 100 മാർക്കിലെ എക്സാമിനേഷനിൽ 50 മാർക്ക് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ആണ്. സോ 50 മാർക്കും ജനറൽ നോളജും കറണ്ട് അഫയേഴ്സുമാണ് എന്നുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി, ദാറ്റ് മീൻസ് മാത്സ്, നമുക്ക് അവിടെ വരുന്നത് 20 മാർക്കിൽ മാത്സ് ആണ്. 15 മാർക്കിൽ റീസണിങ് ആണ്. മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ റീസണിങ്, ദാറ്റ് മീൻസ് ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. സി, യുവർ ഫാദർ ഹാസ് എ വൈഫ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യുവർ വൈഫ്, ദാറ്റ് ഗേൾ ആൻഡ് യു. നിങ്ങളുടെ അച്ഛന് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ പെൺകുച്ചും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. നമ്മളുടെ അച്ഛൻ്റെ ഭാര്യ സ്വാഭാവികമായിട്ട് നമ്മളുടെ അമ്മയായിരിക്കും. സോ ബ്ലഡ് റിലേഷൻഷിപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൽഫബറ്റിക് കോഡിങ്സ് ഇതൊക്കെ വരുന്ന പാറ്റേൺ ആണ്. 15 ക്വസ്റ്റ്യൻസ്. ജനറൽ ഇംഗ്ലീഷ് 15 ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷ് 15, മെന്റൽ എബിലിറ്റി 15, ന്യൂമറിക്കൽ എബിലിറ്റി 20. സി, എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൃത്യമായി ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 15, ഈ 15, ഈ 20 ഫുൾ മാർക്ക് ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാം. സി, നിങ്ങൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിലെ 15, ദെൻ മെന്റൽ എബിലിറ്റിയുടെ 15. മെന്റൽ എബിലിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി, നമ്മൾ വൺസ് യു സ്റ്റഡി ദ ബ്ലഡ് റിലേഷൻഷിപ്പ്, വൺസ് യു സ്റ്റഡി ദ പസിൽസ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അത് തെറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ GK-യുടെ പാറ്റേൺ നമുക്ക് 50 ചോദ്യം GK പാറ്റേൺ ഉണ്ട്. ഇവിടെ GK 50 ആൻഡ് ബാക്കിയെല്ലാം കൂടിയാണ് 50 പാറ്റേൺ. എന്താണ് പ്രത്യേകത? സി, പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, GK-ക്ക് 50ൽ 50 സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. കാരണം നമ്മൾ എത്ര വൈഡായിട്ട് പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ കാണാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഈ 50 മാർക്സ്, ദാറ്റ് മീൻസ് ഇംഗ്ലീഷിലെ 15, മാത്സിലെ 20 ആൻഡ് റീസണിങ്ങിലെ 15, ഇത് ഷുവർ പാറ്റേൺ ആണ്. 10th ലെവൽ ആയതുകൊണ്ട് ആ ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വരില്ല. വളരെ ബേസിക് ലെവലാണ്. 10th ലെവൽ എക്സാമിനേഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ വളരെ ബേസിക് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ നിന്ന് വരുന്നത്. വെൽ, അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും എങ്ങനെയാണ് അവിടെ 50 മാർക്സിൽ ഏറെക്കുറെ അങ്ങറ്റം പോയ 1-2 മാർക്കേ പോകത്തുള്ളൂ. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 48 മാർക്സ് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് GK കറണ്ട് അഫയേഴ്സ് പാറ്റേൺസിൽ നിന്ന് സ്കോർ ചെയ്യുമ്പോൾ യു വിൽ ബി ഇൻ ഹൈക്കോർട്ട് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് സോൺ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഉള്ളത്. വെൽ, അപ്പോൾ അവിടെ പ്രധാനമായിട്ടും സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വേണം നമ്മൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആൻഡ് I+ന്റെ
എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ച്, ഓഫീസ് അറ്റൻഡന്റിന്റെ ബാച്ച് നിങ്ങൾക്ക് റണ്ണിങ് ആകാൻ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ iPlusമായിട്ട് കോൺടാക്ട് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ കേരള PSC എക്സാമിനേഷൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, കാരണം ടൈം അത്രയും കാണും. ബട്ട് ഹൈക്കോർട്ടിന്റെ എക്സാമിനേഷൻസ്, വെദർ ഇറ്റ് ഈസ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഓർ ഓഫീസ് അറ്റൻഡന്റ്, എന്തും ആയിക്കോട്ടെ, ഹൈക്കോർട്ട് ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വളരെ കുറച്ച് ടൈമേ നമുക്ക് ഉണ്ടാവുള്ളൂ. നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ കുട്ടികൾ ഫെയിലായി പോകുന്ന പാറ്റേൺ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് അതിനകത്ത് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന. നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കാൺട്ട് അറ്റൻഡ് ദാറ്റ് എക്സാമിനേഷൻ. സോ ഇഫ് യു വാണ്ട് ടു ക്രാക്ക് ദിസ് എക്സാമിനേഷൻ, സ്റ്റഡി ഫ്രം ദ ബിഗിനിങ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പ്രീവിയസ് ഇയർ, ലാസ്റ്റ് ഇയർ 2024 ഈ എക്സാമിനേഷൻ നടന്നത്. സോ പ്രീവിയസ് ഇയറിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് iPlusന്റെ ആപ്പിൽ കിട്ടും. സോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എങ്ങനെയാണ് ചോദ്യ പാറ്റേണുകൾ വന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ GKയുടെ സിലബസിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന പാറ്റേൺസ്, GKയുടെ സിലബസിനകത്ത് പ്രധാനമായിട്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, ദെൻ ജോഗ്രഫി എന്നൊക്കെ പറയുന്ന പാറ്റേൺ. എന്നാലും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് എക്സാമിനേഷൻ ചെയ്തും ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ചോദ്യം കൂടുതൽ. കാരണം ഹൈക്കോർട്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്, ഹൈക്കോർട്ട് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് GKയിൽ വെയിറ്റേജ് കൂടുതലുള്ളത് കമ്പാരിറ്റീവ്ലി PSC എക്സാമിനേഷൻ അല്ലെങ്കിൽ SSC എക്സാമിനേഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അളവ് വളരെ കൂടുതലാണ് ഏത് എക്സാമിനേഷന്, നമ്മളുടെ എക്സാമിനേഷന് എന്നുള്ള കാര്യം അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് 75 മിനിറ്റാണ് എക്സാമിനേഷനുള്ള, 100 മാർക്കാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. 0.25 ആണ് നമ്മളുടെ നെഗറ്റീവ് പാറ്റേൺ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പൊളിറ്റി, ജോഗ്രഫി, ഇന്ത്യൻ എക്കോണമി, ജനറൽ സയൻസ്, എൻവയോൺമെന്റ്, ബേസിക് സയൻസ് എക്സാമിനേഷൻസ്, ബേസിക് ജനറൽ ആയിട്ട് വരുന്ന സയൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ വിറ്റാമിൻസുമായി ബന്ധപ്പെട്ട പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഡിസീസ് എന്നിട്ട് ഇപ്പോൾ ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്: leptospirosis is due to which microorganism, or leptospirosis is due to which microorganism, and they may give options like virus, bacteria, protozoans. ഇങ്ങനത്തെ എക്സാമിനേഷൻ പാറ്റേൺ ആയിരിക്കും നമുക്ക് വരുന്നത്, ജനറൽ സയൻസ് കോൺസെപ്റ്റിൽ നിന്ന് വരുന്ന പാറ്റേൺ. ആൻഡ് കറണ്ട് അഫയേഴ്സിനും GKയ്ക്കും കൂടിയാണ് 50 മാർക്ക് വെയിറ്റേജ് ചെയ്യുന്നത്. സോ കറണ്ട് അഫയേഴ്സിന് എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് iPlusന്റെ കറണ്ട് അഫയേഴ്സ് സെഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ കറണ്ട് അഫയേഴ്സിന്റെ നാഷണൽ, ഇന്റർനാഷണൽ, കേരള, ഇത് 3 നമ്മൾ കൃത്യമായി ഫോക്കസ് ചെയ്യണം. സോ കേരള ഹൈക്കോർട്ടിലേക്കുള്ള എക്സാമാണ്. അവാർഡ്സ് ആൻഡ് ഓർഡേഴ്സ്, കറണ്ട് അഫയേഴ്സ് സ്ഥിരമായി വരുന്ന ഒരു പാറ്റേൺ ആണ് അവാർഡ്സ് എന്ന് പറയുന്ന പാറ്റേൺ. സോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അവാർഡ്സ് ആർക്കൊക്കെയായിരുന്നു ഈ പറയുന്ന പാറ്റേണിൽ? ഇപ്പോൾ ഫിലിം ഫെയർ അവാർഡ്സ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ FIFA വേൾഡ് കപ്പ് കാണുന്ന പാറ്റേൺ ആണ്. സോ ഗോൾഡൻ ബൂട്ട് ആർക്കായിരുന്നു. സോ ദീസ് ടൈപ്പ് ഓഫ് അവാർഡ്സ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബുക്സ് ആൻഡ് ഓതേഴ്സ്, പർഡോക്സിക്കൽ PM ആരുടെ പുസ്തകമാണ് എന്ന് പറയുന്ന പാറ്റേൺ. വൈ ഐ ആം എ ഹിന്ദു, ഒരാളുടെ പുസ്തകം തന്നെയാണ്. വൈ ഐ ആം എ ഹിന്ദു, പർഡോക്സിക്കൽ PM ശശി തരൂരിന്റെ പുസ്തകമാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങൾ, അതിന്റെ ഓതേഴ്സ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്പോർട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, FIFA വേൾഡ് കപ്പ് നടന്നു. സോ FIFA വേൾഡ് കപ്പിന്റെ വെന്യൂ എവിടായിരുന്നു, ഹു വിൽ ബി ദ, ആരായിരുന്നു വിന്നർ എന്ന് പറയുന്ന പാറ്റേൺ, ഇനി ആരായിരുന്നു റണ്ണറപ്പ്, ഗോൾഡൻ ബൂട്ട് ആർക്കാണ് കിട്ടിയത്. സോ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ദേ മേ ആസ്ക്. സ്പോർട്സിൽ നിന്ന് തന്നെ പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് ഗ്രാൻഡ് സ്ലാം. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? ദേ മേ ഗിവ് ഓപ്ഷൻസ് ലൈക്ക് ബാഡ്മിന്റൺ, ടെന്നീസ്. സോ സ്പോർട്സിൽ പ്രധാനമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട പാറ്റേൺ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കപ്പുകളുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ. എന്നാണ് ഇന്ത്യൻ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്ന് പറയുന്നത്? അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു വൈഡ് ടോപ്പിക് അല്ല. അത് നമ്മൾ ഓരോ പാറ്റേണിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കുക. കറണ്ട് അഫയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് അത് കൃത്യമായി ഫോക്കസ് ചെയ്യുക. അതിനകത്ത് ഡേറ്റ്സ് ഉണ്ട്. ആ ഡേറ്റിൽ തീം എന്താണ്, ഇത്തവണത്തെ തീം എന്തായിരുന്നു, ഇങ്ങനെയുള്ള പാറ്റേണുകൾ കൃത്യമായി നോക്കുക. ബേസിക് കമ്പ്യൂട്ടർ അവയർനെസ്, ബേസിക് പാറ്റേൺസ് ആയിരിക്കും കമ്പ്യൂട്ടർ സെഷൻസിന്റെ ബേസിക് പാറ്റേൺസ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. സോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും GKയിൽ നമുക്കിവിടെ പാറ്റേണിൽ വരുന്നത്. ദെൻ വി ഓൾറെഡി സെഡ് ദാറ്റ് ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ആണ് ന്യൂമറിക്കൽ എബിലിറ്റി. 20 മാർക്കിലാണ് മാത്തമാറ്റിക്സിൽ ചോദ്യം വരുന്നത്. സോ ബേസിക് 10th ഗ്രേഡ് നമ്മൾ പഠിക്കുന്ന 10th ഗ്രേഡ് ആണ്. സോ 10th ഗ്രേഡുമായി ബന്ധപ്പെട്ട പാറ്റേണിലെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരുന്നത്. നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇതൊക്കെ നമ്മുടെ 10ന്റെ ബേസിക് പാറ്റേൺ ആണ്. പ്രോഫിറ്റ്, ലോസ് ആൻഡ് ടൈം ആൻഡ് ബുക്ക്, ഇതിലൊക്കെ നമുക്ക്
പേപ്പർ വെച്ച് പോലും ചെയ്യേണ്ട പെട്ടെന്ന് ഷോർട്ട് കട്ട് പാറ്റേണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ശ്രീജിത്ത് സാർ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഷോർട്ട് കട്ട് പാറ്റേൺസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ യു മേ ബി വെരി ഫെമിലിയർ വിത്ത് ദാറ്റ് പാറ്റേൺ. Time and speed and distance, simple and compound interest, mensuration, data interpretation. ബാങ്ക് പോലെ അത്ര ഹൈ ലെവൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ഇന്റർപ്രിട്ടേഷൻസ് ആയിരിക്കും ഹൈക്കോടതി ചോദിക്കുന്നത്. ഹൈക്കോർട്ട് എക്സ്ക്ലൂസീവ്ലി ഹൈക്കോർട്ട് തന്നെ എടുത്തുന്ന എക്സാമിനേഷൻ ആണ്. അപ്പോൾ PSCയുടെ മോഡൽ ആയിരിക്കില്ല ഹൈക്കോർട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു മോഡൽ പാറ്റേൺ കാണും എന്നുള്ള കാര്യം ഓർക്കുക. 2024 ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പാറ്റേൺ വരുന്നത് എന്നുള്ളത്. വെൽ സി നെക്സ്റ്റ് ഇറ്റ് ഈസ് മെന്റൽ എബിലിറ്റി. ദാറ്റ് ഐ ഓൾറെഡി സെഡ് ദാറ്റ് മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മെന്റൽ എബിലിറ്റിയിൽ വരുന്നത്. അനലോഗി മീൻസ് സംതിങ് ദാറ്റ് സിമിലർ ആയിട്ടുള്ള പാറ്റേൺസിൽ വരുന്ന കോൺസെപ്റ്റ് ആണ്. ദെൻ കോഡിങ് ആൻഡ് ഡീകോഡിങ്, കോഡിങ്ങും ഡീകോഡിങ്ങും വരുന്ന പാറ്റേൺ. ആൽഫബറ്റിക് കോഡിങ്സ് ആണ് ഈ കോഡിങ്ങും ഡീകോഡിങ്ങും എന്ന് പറയുന്ന കോൺസെപ്റ്റിലെ ചോദ്യങ്ങൾ വരുന്ന പാറ്റേൺ. അതായത് whether they may ask question what is the 22nd letter of English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 22ാമത്തെ ലെറ്റർ ഏതാണ് എന്നുള്ളത് യു കൻ ഈസിലി ഐഡന്റിഫൈ ദാറ്റ്. നമ്മൾ സാധാരണ അത് ജയിക്കുമ്പോൾ കാണിക്കുന്ന V for victory എന്ന് പറയുന്ന പാറ്റേൺ. V for victory. സോ 22nd letter it is V. 22ാമത്തെ ലെറ്റർ V ആണ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ചോദ്യ പാറ്റേണിൽ നമ്മൾ പറഞ്ഞു എൻ്റെ അച്ഛന് ഒരു മകൻ ഉണ്ടെന്ന് കേൾക്കാം. ഇഫ് മൈ ഫാദർ ഹാസ് ഓൺലി വൺ സൺ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദാറ്റ് ബോയ് ആൻഡ് മീ. ആ വ്യക്തിയും ഞാനും തമ്മിലുള്ള ബന്ധമാണ്. എൻ്റെ അച്ഛൻ ഒരു മകനാണെങ്കിൽ ഞാനാണ്. സോ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ബ്ലഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഡയറക്ഷൻ സെൻസ്. നമ്മൾ സാധാരണഗതിയിൽ ഡയറക്ഷൻ സെൻസ് പാറ്റേൺ വരുന്നത് റാങ്കിങ്. ഒരു ക്യൂവിൽ നിങ്ങൾ ഈ ഫ്രണ്ടിൽ നിന്ന് 17 ആണ്, ബാക്കിൽ നിന്ന് 15 ആണെങ്കിൽ എത്രാമത്തെ പൊസിഷനിലാണ് നിങ്ങൾ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന പാറ്റേൺ ആണ് റാങ്കിങ്. പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്ന പാറ്റേൺ യൂട്യൂബിൽ നമ്മുടെ ശ്രീജിത്ത് സാറിന്റെ വീഡിയോസ് കിടപ്പുണ്ട്. സോ യു ക്യാൻ ബി വെരി ഫെമിലിയർ വിത്ത് ദാറ്റ് പസിൽസ്. ലോജിക്കൽ റീസണിങ്സ്. സോ ദീസ് ഫ്രം ദ റീസൺ വീക്സ് 15 മാർക്സും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പാറ്റേൺ. വെൽ ബാക്ക് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇറ്റ് ഇസ് 15 മാർക്സ് ഫ്രം ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന പാറ്റേൺ ആണ് ബാക്കി 15 മാർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദി ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് സിനോണിം ആൻഡ് അനോണിം, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ whether you study for Kerala PSC, whether you study for Staff Selection Commission examination, whether you study for High Court attendance examination, whatever it may be, ഇംഗ്ലീഷിന്റെ ബേസിക് റീസണിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ. ഈ 3 പാറ്റേണിൽ നിന്ന് ചോദിക്കുക പാറ്റേൺ വരും. ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻസ്. ഇത് 3 ഒരു ഒറ്റ പാറ്റേൺ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ദാറ്റ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പാറ്റേൺ ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന പാറ്റേൺ ആണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. സെന്റൻസ് കറക്ഷൻ. തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ദേ മേ സേ ദാറ്റ് ഇവിടെയാണ് മിസ്റ്റേക്ക്, യു വാണ്ട് ടു കറക്റ്റ് ഇറ്റ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് കറക്റ്റ് ചെയ്യുക. യു ഹാവ് ഓപ്ഷൻസ് ദെയർ. ആൻഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പം പെൺകൊച്ചുങ്ങളെ ഇഷ്ടമല്ലാത്തവരെ എന്ത് വിളിക്കും എന്ന് പറയുന്ന പാറ്റേൺ. അല്ലെങ്കിൽ ദേ മേ സേ ദാറ്റ് നമ്മൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്ന ആൾക്കാരെ എന്ത് പേര് വിളിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഫ്രേസൽ വെബ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രേക്ക് അപ്പ്, ദെൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഫ്രേസൽ വെബ്സ്. ഇഡിയംസിനകത്ത് നമ്മൾ സാധാരണ പറയുന്നത് ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. തകർത്ത് മഴ പെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. സോ ദിസ് ഈസ് വാട്ട് ഇഡിയംസുമായി ബന്ധപ്പെട്ട പാറ്റേൺ ആണ് വരുന്നത്. സിനോണിം ആൻഡ് അനോണിം. നമ്മൾ സെയിം മീനിങ് വരുന്ന പാറ്റേൺ സിനോണിം. ഓപ്പോസിറ്റുകളെ അനോണിം എന്ന് പറയുന്ന വിളിക്കുന്ന പാറ്റേൺ. വൊക്കാബുലറി മീൻസ് വേർഡ്സിൽ നിന്ന് ചോദിക്കുന്ന പാറ്റേൺ. ഗ്രാമർ, ദാറ്റ് മീൻസ് ദ പാർട്ട് ഓഫ് സ്പീച്ച്. നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്. ഈ ഒരു ഒറ്റ പാറ്റേൺ വെച്ചാൽ യു വിൽ ഗെറ്റ് 15 മാർക്സ്. സോ 15 മാർക്കാണ് ആ പാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കൊണ്ട് പാറ്റേൺ. അപ്പം ഞാൻ പറഞ്ഞു GKക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്തില്ലെങ്കിലും അത് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ലൈക്സ് പിക്സ് മൈറ്റ് ഫ്ലൈ. സോ വാട്ട് ഡു യു മീൻ ബൈ പിക്സ് മൈറ്റ് ഫ്ലൈ? സോ പിക്സ് മൈറ്റ് ഫ്ലൈ മീൻസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതൊരു വീഡിയോ ആണ്. ഇംഗ്ലീഷ് സെഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ പിക്സ് മൈറ്റ് ഫ്ലൈ എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ അവിടെ നമുക്ക് 50 മാർക്കിൽ ഒരു 30 സ്കോർ ചെയ്തു എന്ന് വിചാരിക്കാം. ബാക്കി ഇവിടെ ഫുൾ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞു റീസണിങ് വൺസ് യു സ്റ്റഡി ദെൻ യു കൻ ഈസിലി ഐഡന്റിഫൈ ദാറ്റ് പാറ്റേൺ. മാക്സിമം നമുക്ക് 10th ലെവലുള്ള പാറ്റേൺ ആണ്. അപ്പം ഡിഗ്രി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് സപ്ലി ഒക്കെ ഉണ്ട്, ബാക്ക് പേപ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഹൈക്കോർട്ടിൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച അവസരം എന്ന് പറയാനുള്ള കാരണം കേരള PSC പോലെ ടൈം ഒരുപാട് എടുക്കാറില്ല. സാധാരണഗതിയിൽ ഹൈക്കോർട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ എക്സാം ഉണ്ടായിരിക്കും, ഉടനടി തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. സോ ഡു പ്രാക്ടീസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.